നമസ്കാരം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരം വളരെയധികം വ്യത്യസ്തമായിരുന്നു. സാധാരണഗതിയിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നതെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ഈ നാട്ടിലെ യുവജനങ്ങൾ പാറ്റയെപ്പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കൂടിച്ചേർന്ന ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം ആയിരുന്നു ഈ യുവാക്കളുടെയൊക്കെ പ്രധാനപ്പെട്ട ആശയപ്രചരണ വേദിയായതും. നിരവധിയധികം ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെയും പോസ്റ്റുകളിലൂടെയും റീലുകളിലൂടെയുമാണ് കേന്ദ്ര സർക്കാരിനെതിരെ നീറ്റ് സമരത്തിലേക്ക് ആളുകൾ എത്തുന്നതും. സമരത്തിൽ എത്തിയ വിദ്യാർത്ഥികൾ യുവാക്കളൊക്കെ തന്നെയും അവിടെ നിന്നും വലിയ രീതിയിലുള്ള റീലുകളൊക്കെ ചെയ്തിരുന്നു. മുൻനിര മാധ്യമങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള സമര രീതിയെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തെ റിപ്പോർട്ട് ചെയ്യാൻ മടിച്ചപ്പോൾ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിച്ചാണ് യുവാക്കൾ ഈ വിഷയം പൊതുസമൂഹം എത്തിച്ചത്. എന്തായാലും ഈ ഘട്ടത്തിൽ ഏറ്റവും അധികം പ്രശസ്തമായ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ആയിരുന്നു അഭിനവ് ബിഷ്ടിൻ്റെ. കേന്ദ്ര സർക്കാരിനെതിരെ നീറ്റ് സമരത്തിലൂടെ തരംഗമായ അഭിനവ് ബിഷ്ടിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഇൻസ്റ്റ അക്കൗണ്ട് ഇപ്പോൾ പുനഃസ്ഥാപിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. അക്കൗണ്ട് പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അക്കൗണ്ട് പൂട്ടിപ്പോയതിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് വെളിപ്പെടുത്തൽ. എന്തായാലും പിന്തുണച്ച ആരാധകർക്ക് നന്ദി അറിയിച്ച് വൈറൽ താരം രംഗത്തും വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ വിദ്യാഭ്യാസ മന്ത്രാലയത്തെയും വെല്ലുവിളിച്ച് നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരെ രംഗത്ത് വന്ന പ്രക്ഷോഭത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയ ജനപ്രിയ കണ്ടന്റ് ക്രിയേറ്റർ അഭിനവ് ബിഷ്ടിന് തടഞ്ഞു വെച്ചിരുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തിരികെ ലഭിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ വൻ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെയാണ് അഭിനവ് ബിഷ്ട് രാജ്യത്തുടനീളം ശ്രദ്ധേയനായത്. സമരവേദിയിൽ നിന്നുള്ള വേറിട്ട റീലുകളിലൂടെയും തനതായ അവതരണ ശൈലിയിലൂടെയും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് യുവതാരം സാമൂഹിക മാധ്യമങ്ങളിൽ കോടിക്കണക്കിന് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പുനഃസ്ഥാപിക്കപ്പെട്ട വിവരവും അതിയായ സന്തോഷവും അഭിനവ് തന്നെയാണ് പുതിയ വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചുകൊണ്ട് സമരം വിജയകരമായി അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മെറ്റ കമ്പനി അഭിനവിന്റെ അക്കൗണ്ടിന് മേൽ നടപടി സ്വീകരിച്ചത്. നീറ്റ് പ്രക്ഷോഭത്തിനിടെ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ തടയണമെന്നും ഇത്തരം ഐഡികൾ നീക്കം ചെയ്യണമെന്നും ഡൽഹി പോലീസ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അഭിനവിന്റെ ഔദ്യോഗിക അക്കൗണ്ടിന് മേൽ ഇൻസ്റ്റഗ്രാം അടിയന്തര നടപടിയെടുത്തത്. രാജ്യത്തെ വലിഞ്ഞുമുറുക്കിയ കടുത്ത നീറ്റ് പരീക്ഷാ വിവാദവും ഗുരുതരമായ പ്രതിഷേധ സമരങ്ങളും നടക്കുമ്പോൾ തീർത്തും വേറിട്ട റീലുകളിലൂടെ സമരം ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാൻ അഭിനവിന് സാധിച്ചിരുന്നു. സമരത്തിനെത്തിയ പെൺകുട്ടികളോടൊപ്പം നൃത്തം ചെയ്തും സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി സൗഹൃദം പങ്കിട്ടും അഭിനവ് ചിത്രീകരിച്ച പുതിയ തലമുറയുടെ രീതിയിലുള്ള വീഡിയോകൾക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ് ദിവസങ്ങൾക്കുള്ളിൽ കണ്ടു തീർത്തത്. എന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അക്കൗണ്ട് പൂട്ടിയതോടെ അത് വീണ്ടെടുക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് അഭിനവ് മറ്റൊരു സമാന്തര വീഡിയോ പങ്കുവച്ചു. അക്കൗണ്ട് തിരിച്ചു കിട്ടിയ ശേഷം പങ്കുവച്ച പുതിയ വീഡിയോയിൽ കഴിഞ്ഞ രാത്രി അക്കൗണ്ട് നഷ്ടപ്പെട്ട വിഷമത്തിൽ തനിക്ക് ഉറക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും അഭിനവ് തുറന്നു പറഞ്ഞു. തനിക്കായി പ്രാർത്ഥിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത എല്ലാവർക്കും നന്ദിയും താരം അറിയിച്ചിട്ടുണ്ട്.